ഹേ ഗൈസ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തമിഴിൽ കണ്ട മാതിരിയുള്ള ലോഗോസ് ആണ്. ഇതൊരു പ്രീമിയം ലോഗോസ് ആണെങ്കിലും ഇത് ഈസി ആയിട്ട് മൊബൈൽ തന്നെ ചെയ്യാൻ കഴിയും. ഇതിന് ജസ്റ്റ് ഒന്ന് അലൈറ്റ് മോഷൻ എന്ന് പറഞ്ഞ ആപ്പ് മാത്രം മതി. ആൻഡ്രോയിഡുള്ള അലൈറ്റ് മോഷൻ്റെ ക്രാക്ക്ഡ് വേർഷൻ ഞാൻ എൻ്റെ ടെലഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പേര് കിട്ടുന്നതാണ്. നിങ്ങൾ ആദ്യം പോയി ഡൗൺലോഡ് ചെയ്യുക. ഐഫോണുകാർക്ക് ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക, ഞാൻ ഫ്യൂച്ചറിൽ കുറച്ച് വീഡിയോസ് ചെയ്യുന്നതാണ്. ഇത് കുറച്ച് പണിയാണ് ഐഫോണിൽ ക്രാക്കഡ് കയറ്റി അറിയണത്. അപ്പം ഞാൻ ചെയ്യുന്നതാണ്. എന്തായാലും നേരെ വീട്ടിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് പ്ലസ് ഐക്കൺ നോക്കിയിട്ട് ഞാനിപ്പോൾ 1:1 ആണ്, അതാണ് എല്ലാവരും പ്രൊഫൈലിൽ വെക്കല്, അതായത് ഷൂട്ടാവുള്ളൂ പ്രൊഫൈലിന്. എന്നിട്ട് നമുക്ക് ക്രിയേറ്റ് എടുക്കാം. ട്രാൻസ്പെറൻ്റ് ആണ് ബാക്ക്ഗ്രൗണ്ട് വെച്ചത്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഫിറ്റ് കോമ്പോസിഷൻ ഏരിയ എടുത്തിട്ടുണ്ട്. ഇനി എഫക്ട്സിൽ പോയിട്ട് ഇതിൻ്റെ ഹ്യൂ കളർ ഒന്ന് മാറ്റണം. ഈ കളറ് നല്ലതല്ല. ഓക്കെ, ഗ്രീൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഫോട്ടോ ആണ് ആഡ് ചെയ്തത്. അവന് പ്രൊഫൈലിലാക്കി കൊടുക്കാനാണ് പറഞ്ഞത്. ഓക്കെ, നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് അവൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ സ്പെഷ്യൽ ഫോണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഒരു മിനിറ്റ്, നമ്മൾ എടുത്ത് നോക്കിയിട്ട് ഓക്കെ ഫിറ്റ് ആക്കിയിട്ട് 80 PT ആണ്. അധികം അങ്ങോട്ട് മേലോട്ട് പോകണ്ട, താഴോട്ട് പോകണ്ട. കാരണം ഇപ്പൊ ഈ പ്രൊഫൈൽ വെക്കുമ്പം അവിടെ ഒരു റൗണ്ടിലല്ലേ നമുക്ക് കാണുള്ളൂ. ഇപ്പൊ മൊത്തത്തിൽ കൊള്ളണ്ടേ. എന്നിട്ട് ഇത് നേരെ അടിയിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ ഒരു കോപ്പി എടുക്കാം. കോപ്പി ലെയർ ഇതിന്റെ കോപ്പി ആവാത്ത ഡ്യൂപ്ലിക്കേറ്റ് ലെയർ. എന്നിട്ട് അതിനെ കോപ്പി മുന്നോടിച്ചിട്ട് കളർ ഇതും ബോർഡർ വൈറ്റും ആക്കാം. എന്നിട്ട് ഒന്നിലിട്ടേക്കാം. ഓക്കെ, എന്നിട്ട് ബ്ലെൻഡിങ്ങിൽ പോയിട്ട് ലൈറ്റിങ് പോയിട്ട് സ്ക്രീൻ ആക്കാം. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു കൂൾ എഫക്റ്റ് കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവന്റെ ഈ ഒരു ഫോട്ടോ ആ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ഇന്നർ ഗ്ലോ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഇന്നർ ഗ്ലോ അടിച്ചെടുത്ത സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സിൽ ആഡ് ചെയ്യാം. ഇതിൽ പച്ച നോക്കിയിട്ട് പിന്നെ നിങ്ങൾക്ക് അനുസരിച്ച് ഇങ്ങനെ വെക്കാം. ഓക്കെ, ഞാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് സംഭവം. ഇനി നമ്മളൊരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്തിട്ട് ഫില്ല് കോമ്പോസിഷൻ കൊടുക്കുക. കളറിൽ പോയിട്ട് ഇത് നോക്കിയിട്ട് ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബ്ലെൻഡിങ് പോയിട്ട് ഡാർക്കനിൽ മൾട്ടിപ്പിൾ അടിക്കാം. ഓക്കെ, ഒരു സുഖം കിട്ടുന്നില്ല. ഇപ്പോൾ ഓക്കെ ആയി. ഇപ്പം നിങ്ങൾ കണ്ടില്ല, ഈസി ആയിട്ട് ഇങ്ങനത്തെ പ്രൊഫൈൽ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ കഴിയും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറെ ഫസ്റ്റ് റബി എഫക്ട്സ് എന്നുള്ളതിന് ആഡ് എഫക്ട്സ് വെച്ചിട്ട് സ്മൂത്ത് ബെവൽ കൊടുത്താൽ, എന്നിട്ട് പച്ച കൊടുക്കാം. ഇതൊന്നും റെഡിയാക്കി വെച്ചാൽ ഒരു പച്ച സംഭവം ടെക്സ്റ്റ് എഫക്റ്റ് കിട്ടിക്കോളും, ചെറിയൊരു 3D ലെയർ പോലെ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയും കൊടുക്കാം. ഇതിപ്പോ കണ്ടില്ലേ, സ്മൂത്ത് ആയി കിട്ടിയില്ലേ. ഇത് നമുക്ക് ഫോട്ടോഷോപ്പിൽ മാത്രമല്ല അലൈറ്റ് മോഷനിൽ ഈസി ആയി ചെയ്തെടുക്കാൻ കഴിയും. നമുക്കിതൊന്ന് സേവ് ആക്കാം. PNG ആക്കിയിട്ടാണ് സേവ് ആയത്. അപ്പം സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണുക. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. DM അയക്കുക പേഴ്സണലായിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് പറഞ്ഞതാണ്. എൻ്റെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. അലൈറ്റ് മോഷൻ്റെ ക്രാക്കഡ് വെർഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. സീ യു.